ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ബീൻസ് തോരൻ ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇടാം. കറിവേപ്പില നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള എടുത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിരുന്നു. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റുക. വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ട് വീണ്ടും നന്നായി ഒന്ന് സവാള വഴറ്റിയെടുക്കണം. വഴണ്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നു. ആ പച്ചമുളക് ഇട്ട് ഒപ്പം തന്നെ ബീൻസ് അരിഞ്ഞു വെച്ചിരുന്നതും ഇടാം. ബീൻസ് ഇട്ട് നന്നായി ഒന്ന് ഈ സവാളയെല്ലാം കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ബീൻസ് വേവുന്നതിന് ആവശ്യമായ കുറച്ച് വെള്ളവും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി അടച്ചു വെച്ച് വേവിക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഈ ബീൻസിന് ആവശ്യമായ കൂട്ട് തയ്യാറാക്കാം. ഇതാ ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളക് ആഡ് ചെയ്തുകൊണ്ട് മുളക് പൊടി കുറച്ചെടുത്താൽ മതി, ജസ്റ്റ് ഒരു കളറിന് ആവശ്യമായി എടുത്താൽ മതി. ഇത് നമുക്ക് തോരന് തല്ലിക്കൊണ്ടുവരാം. ഞാൻ എന്താ ബീൻസ് ഇവിടെ തുറന്ന് നോക്കി, നല്ലതുപോലെ വെന്തിട്ടുണ്ട് ബീൻസ്. ഇതിലേക്ക് നമുക്ക് കൂട്ട് ആഡ് ചെയ്യാം. കൂട്ടും ആഡ് ചെയ്ത് ഞാൻ വഴറ്റുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ അടച്ചു വയ്ക്കുന്നുണ്ട്. അടച്ചു വെച്ച് ഗ്യാസ് സിമ്മിലോട്ടാക്കുക. അങ്ങനെ ആവിയിൽ കിടന്ന് നല്ലതുപോലെ കൂട്ടും ബീൻസും ഒക്കെ വെന്ത് വരട്ടെ. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ബീൻസും കൂട്ടൊക്കെ നല്ലതുപോലെ വെന്ത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് തോരൻ ഇവിടെ തയ്യാറായി. സാധാരണ എല്ലാവരും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തല്ലി ബീൻസ് തോരൻ വയ്ക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന